ഉത്തരാഖണ്ഡിലേക്ക് ഒന്ന് പോകണം. അവിടെ എന്താണ് അവസ്ഥയെന്ന് അറിയണം. നമ്മുടെ പ്രതിനിധി പിയാസുനിൽ നന്ദുപേരാമ്പ്രയും കഴിഞ്ഞ 3 ദിവസമായിട്ട് ധരാലിയിൽ എത്താനുള്ള യാത്രയിലാണ്. ഇതുവരെ അവിടെ എത്തിയിട്ടില്ല. പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ 100-ലധികം ഇടങ്ങളിൽ വഴി പൂർണ്ണമായിട്ടും തകർന്നു കിടക്കുകയാണ്. ഉത്തരാഖണ്ഡിലെ മിന്നൽ പ്രളയത്തിൽ തെരച്ചിലിപ്പോൾ ഊർജിതമാണ്. മണ്ണിനടിയിൽ കുടുങ്ങിയ 100-ലധികം പേരെ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. ഗംഗോത്രിയിലും ഹർസിൽ മേഖലയിലും കുടുങ്ങിയവരെ ഹെലികോപ്റ്റർ മാർഗം സുരക്ഷിത മേഖലയിലേക്ക് മാറ്റും. മലയാളികളെയും നാട്ടിലെത്തിക്കാനുള്ള ശ്രമം ഇപ്പോൾ തുടരുകയാണ്. പിയാസുനിലും നന്ദുപേരാമ്പ്രയും ഉത്തരാഖണ്ഡിൽ നിന്ന് തത്സമയം നമുക്കൊപ്പം ചേരും. പിയാസുനിൽ, വെരി ഗുഡ് മോർണിംഗ്. പിയാസുനിൽ, രാവിലെ എന്താണ് കാലാവസ്ഥ? എവിടെ മഴയൊന്നുമില്ലല്ലോ, ബുദ്ധിമുട്ടുള്ള കാലാവസ്ഥ അല്ലെന്ന് തോന്നുന്നു. രക്ഷാപ്രവർത്തനം എങ്ങനെ പോകുന്നു? ഇപ്പോൾ നമ്മൾ ഏകദേശം എവിടം വരെ എത്തി? എത്ര ദൂരം കൂടെ പോയാൽ നമുക്ക് ധരാലിയിലേക്ക് എത്താൻ സാധിക്കും? അവിടെ വൈദ്യുതി ബന്ധമൊക്കെ പുനഃസ്ഥാപിച്ചോ? പാലവും റോഡും ഒക്കെ എവിടം വരെ നിർമ്മാണമായി? പിയാസുനിൽ, ഗുഡ് മോർണിംഗ്. അരുൺ, ഗുഡ് മോർണിംഗ്. ഇന്നും കാലാവസ്ഥ മെച്ചപ്പെട്ടതാണ്. ഇന്നലത്തെ പോലെ തന്നെ ഇന്നും മെച്ചപ്പെട്ട കാലാവസ്ഥയാണ്. അതുകൊണ്ട് രക്ഷാപ്രവർത്തനം ഊർജിതമായി നടത്താൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഇപ്പോൾ പ്രധാനമായും സൈന്യവും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നവരും പ്രധാനമായും ശ്രദ്ധിക്കുന്നത് ഈ മേഖലയിൽ കിടക്കുന്നവരെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. ഏതായാലും അതിനുള്ള നടപടികൾ ഊർജിതമായി നടക്കുന്നു. വ്യോമമാർഗമുള്ള രക്ഷാപ്രവർത്തനം മാത്രമാണ് പ്രധാനമായും ഇപ്പോഴും നടക്കുന്നത്. അതല്ലാതെയുള്ള ഒരു രക്ഷാപ്രവർത്തനത്തിൽ അല്ലെങ്കിൽ ഒരു രക്ഷാ ദൌത്യത്തിലേക്ക് നീങ്ങാനുള്ള എന്തെങ്കിലും ഒരു സാധ്യത ഇവിടെയില്ല. റോഡ് മാർഗമുള്ള രക്ഷാപ്രവർത്തനം ഇതുവരെ ആരംഭിക്കാൻ സാധിച്ചിട്ടില്ല. നമ്മളിപ്പോഴുള്ളത് ബട്ടോരി മേഖലയിൽ തന്നെയാണ്. ഇവിടെ നിന്ന് 15 കിലോമീറ്റർ അപ്പുറത്തുള്ള ഗഗ്നാനിയിൽ തകർന്നുപോയ പാലം പുനർനിർമ്മിക്കാനുള്ള പ്രവർത്തനം ഇന്നലെ തന്നെ BRO ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ BRO ആ ഒരു പാലം നിർമ്മാണം ഇന്ന് വൈകുന്നേരത്തോടുകൂടി പൂർത്തിയാക്കുകയാണെങ്കിൽ പിന്നീട് വാഹനങ്ങൾക്ക് ഈ ധരാലി മേഖലയിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും. റോഡ് മാർഗമുള്ള രക്ഷാപ്രവർത്തനം ആരംഭിച്ചെങ്കിൽ മാത്രമേ ഒരു വലിയ ഒരു രക്ഷാപ്രവർത്തനം ആരംഭിക്കാൻ തന്നെ ഈ മേഖലയിൽ സാധിക്കുകയുള്ളൂ. ഇപ്പോഴും പരിമിതമായ ഒരു രക്ഷാപ്രവർത്തനം എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. 5-6 ഹെലികോപ്റ്ററുകൾ അവിടെ കുടുങ്ങിയവരെ പുറത്തെത്തിക്കാനായി സർവീസ് നടത്തുന്നുണ്ട്. അവരെ ഈ ഉത്തരകാശി ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് എത്തിക്കുന്നുണ്ട്. മലയാളികൾ ഉൾപ്പെടെയുള്ളവർ പലയിടങ്ങളിലും കുടുങ്ങിക്കിടക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഗംഗോത്രിയിലും അതുപോലെ തന്നെ ഹർസിൽ മേഖലയിലും ഒക്കെ തന്നെ. അപ്പോൾ അവരെ വ്യോമമാർഗം സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്ന നടപടിയാണ് പ്രധാനമായും ഇപ്പോൾ നടക്കുന്നത്. പക്ഷേ അപ്പോഴും ഈ ദുരന്തത്തിൽ കാണാതായവരെ കണ്ടെത്തുന്നത് സംബന്ധിച്ചുള്ള വലിയ ആശങ്ക തന്നെയാണ് നിലനിൽക്കുന്നത്. 100-ലധികം ആളുകളെ കാണാതായിട്ടുണ്ട്. പക്ഷേ അവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും ഒരു പൂർണ്ണതോതിൽ ആരംഭിച്ചിട്ടില്ല. ഈ റോഡ് കണക്ടിവിറ്റി പൂർണ്ണമായി ശരിയായ ശേഷം മാത്രമായിരിക്കും അത്തരം നീക്കത്തിലേക്ക് സൈന്യത്തിന് പോകാൻ സാധിക്കുക. ആർമിയുടെ ഒരുപാട് ട്രക്കുകളും ജവാന്മാരും ഒക്കെ തന്നെ ഈ റോഡിൽ നിരന്നു നിൽക്കുന്നുണ്ട്, ഈ ഒരു റോഡ് കണക്ടിവിറ്റി ശരിയാവുന്നതിന് വേണ്ടി. അപ്പോൾ BRO എത്ര വേഗത്തിൽ ഈ പാലം പണി പൂർത്തിയാക്കുന്നു അതിനനുസരിച്ചായിരിക്കും പിന്നീടുള്ള രക്ഷാ ദൌത്യം എന്നത്. 100-ലധികം ആളുകളെ കാണാനില്ല, അതിലധികമാണ് കാണാതായവരുടെ എണ്ണം എന്ന അനൌദ്യോഗിക കണക്കുകൾ വരുന്നുണ്ട്. അപ്പോൾ ഞെട്ടിക്കുന്ന കണക്കുകളാണ് ഇവിടെ കാണാതായവരെ കുറിച്ചുള്ളത്. നേപ്പാളിൽ നിന്നുള്ള 23 പേരെ കാണാതായി എന്നൊക്കെ ചൂണ്ടിക്കാണിച്ച് ഒരുപാട് പേർ രംഗത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വിനോദസഞ്ചാരത്തിന് വന്ന വലിയൊരു ടീമിനെ കാണാനില്ല എന്ന് പറഞ്ഞ് ഇപ്പോൾ രംഗത്ത് വരുന്നവരുണ്ട്. അപ്പോൾ അത്തരമൊരു സാഹചര്യമുണ്ട്. ആ ഒരു രക്ഷാ ദൌത്യത്തിലേക്ക് കൂടി ഇനി നീങ്ങേണ്ടതുണ്ട് സൈന്യത്തിന്. ഓക്കെ, ഒരു കാര്യം കൂടി ചോദിച്ചോടെ, രാവിലെ ചായ വല്ലതും കുടിച്ചായിരുന്നു? കാരണം ആ സ്ഥലത്തൊക്കെ കടയൊക്കെ ഉണ്ട്. ഇപ്പൊ നിൽക്കുന്ന സ്ഥലത്തൊരു ചെറിയ ഒരു ടൗൺഷിപ്പ് ആണെന്ന് തോന്നുന്നു അല്ലേ? അവിടെ എന്തെങ്കിലുമൊക്കെ സംവിധാനങ്ങളുണ്ടോ? നമ്മൾ ഏറെ ബുദ്ധിമുട്ടിയാണ് അവിടെ വരെ എത്തിയത്. നിന്ന ദിപ്പിന് പിയാസുനിലും നന്ദുപേരാമ്പ്രയും കൂടെ നേരെ ഉത്തരാഖണ്ഡിലേക്ക് വെച്ച് പിടിക്കുക. നമ്മൾ ഇറങ്ങിയപ്പോൾ ഇത്രയൊന്നും ബുദ്ധിമുട്ടുണ്ടെന്ന് വിചാരിച്ചില്ല അല്ലേ പിയാസുനിൽ അവിടെ എത്താൻ? തീർച്ചയായും ഇവിടെ ഈ കടകളൊക്കെ തന്നെ തുറന്നു വരുന്ന കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഈ ഒരു ദുരന്തം നടന്നതിന് ശേഷം ഈ മേഖല ആകെ സ്തംഭിച്ച അവസ്ഥയിലാണ്. അതുകൊണ്ട് ഇവിടെ ആകെയുള്ളത് കുറെ മാധ്യമങ്ങളും അതുപോലെ തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിനായി എത്തിയ ആളുകളും മാത്രമാണ്. അതല്ലാതെ മറ്റ് വിനോദസഞ്ചാരികൾ അങ്ങനെ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ കടകളൊന്നും തുറക്കുന്നില്ല. അതുപോലെ തന്നെ ഇന്നലെ വരെ ഇവിടെ വൈദ്യുതി ഉണ്ടായിരുന്നില്ല, വെള്ളമുണ്ടായിരുന്നില്ല. ഇന്നലെ വൈകിട്ടാണ് വൈദ്യുതി പുനഃസ്ഥാപിച്ചത്, വെള്ളമൊക്കെ വരാൻ തുടങ്ങിയത്. അപ്പോൾ അങ്ങനെയുള്ള പ്രതിസന്ധികളായിരുന്നു. താമസ സ്ഥലമൊക്കെ അന്വേഷിച്ച് നടന്നാൽ ഒരു ഹോട്ടലിലും വെള്ളമില്ല എന്നൊക്കെയാണ് അവർ പറയുക. പിന്നീട് ഞങ്ങൾ കുറേ ദൂരത്തൊക്കെ സഞ്ചരിച്ചാണ് ഒരു വെള്ളമുള്ള ഹോട്ടൽ കണ്ടെത്തുക. വെള്ളമുള്ള ഒരു ഹോട്ടൽ വേണമല്ലോ നമുക്ക് താമസിക്കാൻ. അപ്പോൾ അത്തരമൊരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. ഇന്നലെ വൈകിട്ടോടുകൂടി ഈ കുടിവെള്ളമൊക്കെ തന്നെ ഹോട്ടലുകളിൽ എത്തുന്ന ഒരു സാഹചര്യം, വെള്ളമൊക്കെ തന്നെ എത്തുന്ന ഒരു സ്ഥിതി സുരക്ഷിതമായി അതുപോലെ തന്നെ ഇപ്പോൾ കാലാവസ്ഥ തെളിഞ്ഞതാണ്. പക്ഷെ അവിടെ കാലാവസ്ഥ പ്രവചിക്കാൻ പറ്റില്ല. ആ ദൃശ്യങ്ങൾ നന്ദുവിന്റെ ദൃശ്യങ്ങൾ ആ ഭാഗത്ത് ഒന്ന് നമുക്ക് കാണിച്ചു കൊടുത്താൽ, ദുരന്തഭൂമിയാണെങ്കിലും ആ പ്രദേശമൊക്കെ എത്ര സുന്ദരമായ സ്ഥലമാണ്. ആ ദൃശ്യങ്ങൾ കൂടി വേണമെങ്കിൽ ഒരു ഫ്രെയിം
നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം. അവിടെ പിയാസുനിൻ്റെ പുറകുവശത്തുള്ള നല്ല വെയിലത്ത് നിൽക്കുന്ന ഈ ഹിമാലയത്തിൻ്റെ മലഞ്ചെരുവുകളുണ്ട്. അതിരാവിലെയാണ് നമ്മൾ ട്രക്ക് ചെയ്യാനൊക്കെ പോകുമ്പോൾ ഈ മേഖലകളിലൂടെയൊക്കെയാണ് പോവുക. എന്ത് മനോഹരമായ സ്ഥലമാണെന്നറിയാമോ? ആ സ്ഥലങ്ങളിലൂടെയൊക്കെയാണ് പോയിട്ടുള്ളത്. നമ്മൾ പലതവണ പോയ വഴികളാണ്. ഈ ഗംഗോത്രിയിലേക്കൊക്കെ പോകുമ്പോൾ ഒരുപാട് ഹിൽ സ്റ്റേഷനുകളുണ്ട്. ഈ ധരാലി എന്നൊക്കെ പറയുന്നത് അതുപോലെ ഒരു സ്റ്റേഷനാണ്. ഹർസിൽ എന്ന് പറയുന്ന സ്ഥലം മനോഹരമായ സ്ഥലമാണ്. ട്രക്കിങ്ങിനൊക്കെ പോകാൻ പറ്റിയവരെ സംബന്ധിച്ച് ഇപ്പോഴും നമ്മളെ മാടി വിളിക്കുന്ന സ്ഥലങ്ങളാണ്. ആ ദൃശ്യങ്ങൾ നോക്കൂ. അവിടെ രാവിലെ ഇതുവഴിയൊക്കെ സൈക്കിളൊക്കെ ഓടിച്ച് പോകാൻ പറ്റുന്ന ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട്.